കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ എനിക്ക് എത്രമാത്രം സമാധാനം ഉണ്ടെന്നറിയോ? ശരി ദേവേട്ട, ദേവേട്ട മുകളിൽ കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ താഴെ കിടന്നോളാം. വൺസ് അഗൈൻ താങ്ക് യു. എടി വൈദേഹി, എന്റെ ആദ്യരാത്രി നീ മുടക്കി കളഞ്ഞല്ലേ. ഇതിന്റെ ഭവിഷ്യത്ത് നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ഞാൻ അത്ര നിസ്സാരക്കാരിയാണെന്ന് നീ കരുതണ്ട. എന്റെ മറ്റൊരു മുഖം നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ നിന്നെ ഞാൻ കാണിച്ചു തരാം. കുടിക്ക്. That's okay. Okay. എന്താ അജയ് അങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, പണ്ടത്തെ ദിവസങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോയതാ. അന്ന് നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമായിരുന്നോ. പിന്നീട് അത് ഇന്നാ ഞാൻ കാണുന്നത്. ഇത്രയും നാൾ ഇതൊക്കെ എവിടെ പോയി ഊർമിളെ? സ്നേഹമൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. സ്നേഹം എന്ന് സത്യമാണ്, അതിൽ സംശയത്തിന് യാതൊരു സ്ഥാനവും ഇല്ലല്ലോ. ആഗ്രഹിച്ചതുപോലൊരു ജീവിതം കിട്ടാത്തതിന്റെ ഭയം, സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ വിഷമം എല്ലാം കൂടിക്കലർന്ന് ദേഷ്യമായി പരിണമിച്ചു. ആ ദേഷ്യത്തിനു മുമ്പേ സ്നേഹം കാണാൻ പറ്റാതായെന്നേ ഉള്ളൂ. പക്ഷെ അജയനോട് എനിക്കെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മേ, ഊർമിളെ, അമ്മേ, ഊർമിളെ, എന്തു പറ്റി ഊർമിളെ? ഊർമിളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? അജയന്റെ കാല്. എന്റെ കാലിന് എന്തു പറ്റി? മുറിവ് പറ്റി നിന്റെ കാലിനാ? അജയ, തന്റെ കാല് ശരിയായി. ശരിയാണല്ലോ ഊർമിളെ, എന്റെ കാലിന് ഒരു കുഴപ്പമില്ല. നോക്കി, നീ ആ പഴയ സ്നേഹത്തോടെ എന്നോടൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. എനിക്ക് എന്റെ കാല് തിരിച്ചു കിട്ടി. ഇതാ നമ്മുടെ സ്നേഹത്തിന്റെ ശക്തി. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അജയ.
ഇനി ആരും എന്നെ കുറിച്ച് വേണ്ടാത്തത് ഒന്നും പറയില്ല. എന്റെ സ്വപ്നങ്ങൾ ഇനി സ്വപ്നങ്ങളായി മാത്രം ബാക്കി നിൽക്കില്ല. ഇത്രയും നാളും എനിക്ക് നിരസിക്കപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുക. ഇനി ഇനി നമുക്കെന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തൊരു വൃത്തികെട്ട സ്വപ്നം. അജയനോട് ഊർമിളയ്ക്ക് ഇപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കും. അത് അവൾ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെയാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ അത് പുറത്തേക്ക് വരുമല്ലോ. അജയന്റെ കാലെങ്ങാനും ശരിയായ പിന്നെ ഞാനെങ്ങോട്ട് പോവാ? പിന്നെ അവൾ എന്നും അവന്റെ പുറകെ നടക്കും. അവളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവില്ല. ഏത് ഗതികെട്ട നേരത്താ ഞാൻ ഇങ്ങനൊരു ദുസ്വപ്നം കണ്ടത്. ഊർമിളെ, നീ എന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്താ. അജയന് കാല് തിരിച്ചു കിട്ടിയാലും നിന്നെ വിടില്ല ഞാൻ. എന്നും ഈ നെഞ്ചത്ത് കിടന്നുറങ്ങണം. ഇതെന്താ ഇതുവരെ പുറത്തേക്ക് വരാത്തെ? ഇന്നലെ ഇവരുടെ ഇടയിൽ എന്തേലും നടന്നിട്ടുണ്ടാവോ? ദേവന്റെ ലോകത്ത് വൈദേഹി മാത്രമേ ഉള്ളൂ. അപ്പം മാളവികയൊന്ന് തൊടാൻ പോലും ശ്രമിച്ചിരിക്കോ? അതോ ഇനി മാളവിക ദേവനെ വശീകരിച്ച് വലയിലാക്കി കാണൂ? എന്താ നടന്നിരിക്കുക? എന്താ മാളവികെ, എന്താ ഇത്രയും വൈകിയേ? നീ പുറത്തേക്ക് വരുന്നതും കാത്ത് എത്ര നേരം ഞാൻ ഇവിടെ നിൽക്കാന്നറിയോ? നിനക്കെന്താ പുറത്തോട്ടിറങ്ങാൻ തോന്നുന്നില്ലായിരുന്നു? നിന്റെ ആദ്യ രാത്രി കഴിഞ്ഞൂന്നറിയാതെ രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതെന്തിനാ ഊർമിളേച്ചി? എന്തിനാന്ന് ചോദിച്ചാ, ചിലപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒന്നും നടന്നില്ലെങ്കിലോ എന്ന് തോന്നും. കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാ പുതിയ പെണ്ണിനെ കൈ കിട്ടിയപ്പോ ആണൊരുത്തൻ വെറുതെ ഇരിക്കില്ലെന്നും തോന്നും. അത് കഴിയുമ്പോ നിന്റെ മായാജാലമൊന്നും അവിടെ ഫലിച്ചിട്ടില്ല എന്ന് തോന്നും. സത്യത്തിൽ എന്താ നടന്നത്? ചേച്ചി, എന്തിനാ നീ ഇത്ര നാണിക്കുന്നെ? എന്നുവെച്ചാ എല്ലാം നടന്നു കഴിഞ്ഞോ മാളവികെ? കുളിച്ചിട്ട് പൂജാമുറി ചെന്ന് വിളക്ക് വെക്ക്. ചെല്ല്. ഇവളുടെ നാണക്കുണുങ്ങൾ കാണുമ്പോ അമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നു. കൊള്ളാലോ ഊർമിള, ഈ കാര്യത്തിനെങ്കിലും നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. എന്നും ഇങ്ങനെ ആയിക്കൂടെ? എന്ത് കുന്ത ഇതുപോലൊക്കെ ആവാൻ. വൈദേഹിയോടുള്ള എന്റെ പക മാളവികയോടുള്ള സ്നേഹമായി പരിണമിച്ചു. അല്ലാതെ പിന്നെന്ത്? എന്റെ മുമ്പിൽ മറ്റൊരാൾ സുഖിച്ചു നിൽക്കുന്നത് കണ്ടു നിൽക്കാനാവോ? ഒരിക്കലും പറ്റില്ല. എന്നാലും ഒരു രാത്രി കൊണ്ട് ദേവൻ കമന്നടിച്ചു വീണു. വൈദേഹിയോടുണ്ടായിരുന്ന സ്നേഹം ഇത്രയുള്ളായിരുന്നു. അതിരിക്കട്ടെ, മാളവിക സത്യമാണോ പറയുന്നത്? ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്.
ഛേ, എല്ലാം പോയി. എന്റെ പ്ലാൻ മൊത്തം വെള്ളത്തിലായെന്ന് പറഞ്ഞാ മതിയല്ലോ. പറയമ്മേ. എന്താ ബേബി, ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോ തൊട്ട് ഞാൻ കാത്തിരിക്കുക. നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. ഓ, രാത്രി രണ്ടാളും ഉറങ്ങാതെ നേരം വെളുത്തപ്പോ ഉറങ്ങിയതാവോ അല്ലേ? അത്രയ്ക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല. എന്താ മോളെ പറ്റിയത്? എല്ലാം നീ വിചാരിച്ച പോലെ നടന്നില്ലേ? എന്ത് നടന്നുന്നാ? ഒരു കുന്തോ നടന്നില്ല. എന്താ നീ അങ്ങനെ പറഞ്ഞേ? ആദ്യ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്ത് മാങ്ങാത്തൊലി രാത്രി. വൈദേഹി എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. എത്രയോ ജന്മാന്തരങ്ങളുടെ അനുബന്ധമാണത്. ഞാൻ കണ്ടതും മോഹിച്ചുപോയ എന്റെ ജീവിതത്തിലെ ഏക പെണ്ണാണത്. എന്റെ ഹൃദയത്തിൽ മാത്രമല്ല, എന്റെ ലോകത്തിലും അവള് മാത്രമേ ഉള്ളൂ. അവൾ ആള് കൊള്ളാലോടി. ഈ കാര്യം കൗസല്യ അറിഞ്ഞതാണോ? ഇല്ല മോം. ആദ്യ രാത്രി കഴിഞ്ഞതുപോലെ ഞാൻ അവരുടെ മുമ്പിൽ അഭിനയിച്ചു. ആ വൈദേഹി എല്ലാം കൊളാക്കി കളഞ്ഞു. ബേബി, രണ്ടാം ഭാര്യ ആവുമ്പോ ഇങ്ങനൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഈ കടമ്പ എങ്ങനെ കടക്കണമെന്ന് നീ തന്നെ ചിന്തിച്ച് തീരുമാനിക്കേ. അതിന് നീ നിന്റെ സൗന്ദര്യം ഉപയോഗിക്കോ ബുദ്ധി ഉപയോഗിക്കോ എന്നുള്ളതൊക്കെ നീ തന്നെ തീരുമാനിക്കേ. പക്ഷെ ആ വൈദേഹിയുടെ കണ്ണു വെട്ടിച്ച് ദേവനെ നീ നേടിയെടുക്കണം. അതുവരെ ഓരോ ദിവസവും നിനക്ക് പോരാട്ടമായിരിക്കും. പിന്മാറരുത്. എനിക്കിട്ട് പണി തന്നതും പോരാഞ്ഞിട്ട് ദേവേട്ടന്റെ മുമ്പിൽ എന്നെ കെട്ടിയിട്ട് എന്നെ നാണം കെടുത്തി അല്ലടി വൈദേഹി. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ വൈദേഹി ഇത് എവിടെ പോയതായിരിക്കും? ഇവിടെ അങ്ങ് കാണുന്നുമില്ലല്ലോ. ആ വൈദേഹി, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഈ വീട് മുഴുവൻ തന്നെ തെരഞ്ഞെടുക്കായിരുന്നു. അതെയോ? എന്തിനാണാവോ? അതെന്താ അങ്ങനെ ചോദിച്ചു? നേരം വെളുക്കുമ്പോ എനിക്ക് കാപ്പിയായിട്ട് കയറി വരുന്നല്ലേ നീ. ഇന്നെന്ത് പറ്റി? ആഹാ, ഇപ്പോഴും നിങ്ങള് എന്റെ കൈകൊണ്ട് കാപ്പി കുടിക്കാനാണോ ആഗ്രഹിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയ വൈദേഹി? എന്തൊക്കെയാ നീ അമ്മേ, എന്തിനാ ഉപദ്രവിക്കുന്നേ? നിന്റെ ദേവേട്ടന് വേദനിക്കുന്ന പോലും ഇപ്പൊ ചിന്തിക്കില്ല അല്ലേ? എനിക്കാണെങ്കിൽ ആരോടും പറയാനും പറ്റില്ല, ഇരുന്ന് കരയാനും പറ്റാത്ത അവസ്ഥ. അല്ല അത് പോട്ടെ, ഇപ്പൊ എന്ത് കാര്യത്തിനാ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ. ഇന്നലെ രാത്രി ഞാൻ വന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്ന നീ പറയുന്നേ? അങ്ങനെ വരട്ടെ. നീ ഇപ്പൊ എന്നെ സംശയിക്കാൻ തുടങ്ങാണോ? സംശയിക്കാതിരിക്കാൻ പറ്റിയ ഒരാള്, ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കൻ, ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. ഇപ്പൊ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവളെ മുറിയിൽ ഒറ്റയ്ക്ക് കിട്ടിയ വെറുതെ വിടുവോ നിങ്ങള്? അയ്യോ, ഞാനോ? ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കല്ലേ നീ. എന്നെ വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ, ദൈവം പോലും നിന്നെ വെറുതെ വിടില്ലടി. അല്ലെങ്കിൽ തന്നെ ഇന്നലെ രാത്രി നീ വന്ന് മാളവികയോട് ഞാൻ നിന്നെ കുറിച്ച് പൊക്കി പറഞ്ഞെല്ലാം നേരിട്ട് കേട്ടതല്ലേ? ആ, പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ ആ മുറിയിലേക്ക് കയറി വന്നതിന് ശേഷം എന്ത് കാണിച്ചു കാണാവോ? ഈ ആണുങ്ങളെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വേണ്ടടി, ഈ ആദ്യരാത്രി ഞാനായിട്ട് അറേഞ്ച് ചെയ്തൊന്നും അല്ലല്ലോ. എല്ലാരും കൂടി എന്നെ ഈ കുഴി ചാടിച്ചതല്ലേ. അമ്മ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എത്ര ശ്വാസം മുട്ടി ഞാനൊരു രാത്രി കഴിച്ചു കൂട്ടിയെന്നറിയോ? നിനക്ക് അവളെ മനസ്സിലാവാത്തത് കൊണ്ടാ. നീ വിചാരിക്കുന്നത് പോലെ മാളവിക അത്രയ്ക്ക് മോശക്കാരിയൊന്നുമല്ല. നല്ല കുട്ടിയടി അവള്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എടി അവളാ ഇപ്പൊ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നേ. അതുകൊണ്ട് കാര്യമില്ലാതെ നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. എന്താ ഇത്രയും നേരവും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമാന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ അവള് നല്ലവളായും തോന്നല്ലോ. നല്ലതാണെന്ന് പറഞ്ഞത് കരുതി അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു വിധത്തിൽ ആലോചിച്ച് നോക്കിയാ ചെറുപ്പത്തിൽ ഞാൻ താലി കെട്ടിയതുകൊണ്ട് തന്നെ അവക്കും എന്നോട് എല്ലാ അവകാശങ്ങളും ഉണ്ടല്ലോ. പക്ഷേ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ തൊട്ട് അങ്ങനെ ഒരു അവകാശം സ്ഥാപിച്ചെടുക്കാൻ അവൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാക്കിലോ പ്രവൃത്തിയിലോ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. മുറപ്പെണ്ണായിട്ടും ഒരു സഹോദരിയെ പോലെ പെരുമാറുന്നു.
അവള് ദേവേട്ടന്റെ മുറപ്പെണ്ണല്ലാന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ എവിടുന്ന് അവക്ക് അവകാശം ഉണ്ടാവാനാ? എന്നുവെച്ചാ ഞാൻ പറഞ്ഞത് ദേവേട്ടൻ വിശ്വസിച്ചിട്ടില്ല. ഹേ, അങ്ങനെയൊന്നും അല്ല വൈദേഹി. ഈ വീട്ടിലെല്ലാവരും അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നേ. എല്ലാരും വിശ്വസിച്ചോട്ടെ. ദേവേട്ടൻ എങ്ങനെയാ അത് വിശ്വസിക്കാൻ പറ്റി? ആര് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. അവള് കള്ളിയാ, പെരും കള്ളി. ഇനി എങ്ങാനും ദേവേട്ടൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു വാക്ക് എന്നോട് പറയാൻ വന്ന അപ്പൊ കാണിച്ചു തരാം. സമാധാനം ഇല്ലാണ്ടാക്കി തരാൻ. ആ, അല്ല മാറങ്ങോട്ട്. വൈദേഹി, പറയണ സാറേ, ഇനി അവളുടെ പുരാണം പറഞ്ഞു കഴിഞ്ഞില്ലേ? ബാക്കി എന്റെ ഇപ്പോഴേ പറഞ്ഞേക്ക്. അതൊന്നുമില്ല. ഇന്നലെ രാത്രി എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഇനിയിപ്പോ ആ, അപ്പൊ ഇന്ന് രാത്രി എന്താ? അതല്ല, ഇന്ന് രാത്രി ഇനിയും അത് ശരി, രണ്ടാം രാത്രി ആഘോഷിക്കാൻ കാത്തിരിക്ക. ഇന്നലെ രാത്രി കുറച്ചേരം കെട്ടിയിട്ടതാ, പിന്നെ ഞാനങ്ങ് അഴിച്ചു വിട്ടു. ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യാ. രണ്ടുപേരും കൂടി ഒന്ന് കെട്ടിയിടും. എന്നിട്ട് വാ തുറക്കാതിരിക്കാൻ രണ്ടുപേരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തു പറ്റി വൈദേഹി? ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതങ്ങനെ ആവൂലോ. ഇന്നലെ രാത്രി നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ആള് കാണുന്ന പോലെയൊന്നുമല്ല. പറയാതിരിക്കാൻ വയ്യ. പുറത്ത് കാണുന്നില്ലെങ്കിലും നീ ഒരു സാമർത്ഥ്യക്കാരി തന്നെയാ. ചുമ്മാതങ്ങ് പറഞ്ഞാ പോരാ. എന്തൊരു പ്ലാനിങ് ആയിരുന്നു. എന്റെ കൈയും കാലും കെട്ടിയിട്ട് ദേവനോട് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് രാത്രി ഞാനായിട്ട് ആദ്യ രാത്രി വേണ്ടെന്ന് പറയുന്നിടത്ത് എത്തിച്ചു. ഇതത്ര കൊച്ചു ബുദ്ധിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്തായാലും നിന്റെ ഈ മിടുക്ക് കാണുമ്പോ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി. ഇത്രയുള്ളൂ. ഇങ്ങനെ ഇഷ്ടം തോന്നി തോന്നി ഒടുവിൽ ഇവയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയുമ്പോ പതുക്കെ കട്ടയും പടവും മടങ്ങി പെട്ടിയെടുത്തോണ്ട് ഇവിടുന്ന് താൻ ഇറങ്ങിപ്പോക്കോളും. ഇറങ്ങാൻ പോകുന്നത് നീയോ ഞാനോ എന്ന് പതുക്കെ എല്ലാവർക്കും മനസ്സിലായിക്കോളും. ഇന്നലെ രാത്രി കൈവഴുതി പോയെന്ന് കരുതി എല്ലാ രാത്രിയും ഞാൻ അങ്ങനെ മിസ്സാക്കുമെന്ന് നീ കരുതുന്നുണ്ടോടി? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിന്റെ ദേവൻ എന്റെ ദേവനായി മാറും. ദേവേട്ടന്റെ മനസ്സിൽ ഞാൻ ഉള്ളിടത്തോളം അതൊരിക്കലും നടക്കില്ല. അത്രയല്ലേ ഉള്ളൂ. എന്നാ മനസ്സിന്ന് ഞാൻ നിന്നെ അങ്ങ് എടുത്ത് മാറ്റിയാലോ? എടുത്തു മാറ്റുന്നോ? എന്നെയോ? ഞാൻ എന്താ സാമ്പാറിലിട്ടിരിക്കുന്ന കറിവേപ്പിലയെന്ന് കരുതിയോ? എടുത്ത് മാറ്റി വെക്കാൻ ദേവേട്ടന്റെ ജീവനാ ഞാൻ. ദേവേട്ടന്റെ മനസ്സിൽ നിന്ന് എന്നെ എടുത്ത് മാറ്റാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നീ അങ്ങനെ വിശ്വസിച്ച് നടന്നോ? നിന്റെ ജീവനും കൊണ്ട് നടക്കുന്ന ദേവൻ നിന്നെ അടിയോടെ വെറുത്ത് ഇവിടെ നിന്ന് തല്ലി ഇറക്കും. നോക്കിക്കോ. എന്തിനടിച്ചിരിക്കുന്നേ? കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛൻ എപ്പോഴും എന്നോടൊരു കാര്യം പറയായിരുന്നു. ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് അച്ഛൻ പറഞ്ഞത് ഓർമ്മ വരുന്നേ. എന്താണാവോ? ഭ്രാന്തി പിടിച്ചവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്ന്. അപ്പൊ ഞാൻ ഭ്രാന്തിയാണെന്നാണോ? ഇത് ബുദ്ധിമാന്ദ്യം കൊണ്ടുണ്ടായ ഭ്രാന്തായിരുന്നെങ്കിൽ എപ്പോഴേ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയില് ഞാൻ തന്നെ നിന്നെ കൊണ്ടേ ചേർത്താന്. ഇതങ്ങനെയല്ലല്ലോ. കുടില ബുദ്ധിയുള്ള ചെന്നായ. അതുകൊണ്ടല്ലേ ഈ വീട്ടുകാരുടെ കണ്ണില് പൊടി തൂക്കി ഇവിടുത്തെ ഒരു അംഗമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പിന്നല്ലാതെ മാളവിക ആരാണെന്നാ നീ കരുതിയേ? മനസ്സിലായല്ലോ. പിന്നെന്തിനാ നീ മത്സരിക്കാൻ വരുന്നേ? മിണ്ടാതങ്ങ് മാറിപ്പോയിക്കൂടെ? ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ ആരാണെന്നോ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നീ എന്തിനാ ഇനി എന്നോട് മത്സരിക്കാൻ നിൽക്കുന്നേ? തൽക്കാലം നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റിയ തെളിവുകളൊന്നും എന്റെ കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നുണ്ടാവും.
ഇന്നല്ലെങ്കിൽ നാളെ തക്കതായ തെളിവുകൾ എന്റെ കൈ കിട്ടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? പുലിവാലി പിടിച്ച് പെട്ടുപോയല്ലോ ഈശ്വര. അന്നേ അങ്ങ് ഇറങ്ങിപ്പോരുന്നെങ്കിൽ മാനം പോവാതെ രക്ഷപ്പെടായിരുന്നല്ലോ എന്ന് എന്റെ കാല് പിടിച്ച് നീ കരഞ്ഞപേക്ഷിക്കും. എന്നാ കാണാം, ഞാൻ നിന്റെ കാല് പിടിച്ച് കരയോ നീ എന്റെ കാല് പിടിച്ച് കരയോന്ന് നമുക്ക് നോക്കാം. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. സ്വപ്നത്തിൽ പോലും വൈദേഹിന്ന് നിന്റെ പേര് മന്ത്രം പോലെ ജപിക്കുന്ന ആ ദേവനെ എന്റെ വാലാട്ടിപ്പട്ടിയാക്കി മാറ്റി മാളവികയാണ് എന്റെ ഭാര്യ, അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്ന് ഞാൻ പറയിപ്പിക്കും. അന്ന് നിന്റെ ഈ ധൈര്യം നിനക്ക് തുണയുണ്ടാവില്ല. ഇത് ഈ മാളവികയുടെ ശബ്ദ. വർണ്ണപ്പകിട്ടാർന്ന കിനാവുകളൊക്കെ അവിടെ നിൽക്കട്ടെ. നിറങ്ങളുടെ ഉത്സവമായ ഹോളി വരെയല്ലേ. ആദ്യം നമുക്ക് നിറങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാം, എന്നിട്ടാവാം ഇതിനെ കുറിച്ചുള്ള പ്ലാൻ. എന്നോടാണോ നിന്റെ പന്തയവും വാശിയും? ഓർമ്മ വെച്ചപ്പോ തൊട്ട് തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മത്സരങ്ങൾ എന്നും എനിക്ക് ഉന്മാദം നൽകുന്നൊരാവേശമായിരുന്നു. എത്തിപ്പെട്ടെടുത്തെല്ലാം വിജയം കൊയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജീവിത മത്സരത്തിൽ മാളവിക തോൽക്കുന്നു തോന്നുന്നുണ്ടോ? പരാജയം നിനക്കുള്ളതാ. ഈ ഹോളി ആഘോഷത്തോടെ മത്സരം തുടങ്ങട്ടെ. ഇനിയുള്ള ഓരോ ചുവടിലും ദേവൻ എനിക്കുള്ളതാ. ദേവട്ടോയ്, ഒന്നും കൂടെ നോക്കിയേ. അവൻ വൈദേഹിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും അവനെ അലട്ടുന്നില്ല. കാണിച്ചു തരാം. നിന്റെ നോട്ടം ഞാൻ എന്നിലേക്ക് ആകർഷിച്ചിരിക്കും.